എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള റിഡോക്സ് റിയാക്ഷൻ്റെ ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തന്നെ കൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോയും പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോസിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. 4th ക്വസ്റ്റ്യൻ. Permanganate ion reacts with bromide ion in basic medium to give manganese dioxide and bromated ion. Write the balance equation for the reaction using oxidation number method. മാർച്ച് 2017 ചോദിച്ചത് കേട്ടോ. അപ്പോൾ റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ പെർമാംഗനേറ്റ് അയോൺ എന്ന് പറയുന്നത് MnO4- ആണ്. അത് ബ്രോമൈഡ് അയോൺ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു Br- ആയിട്ട്. ബേസിക് മീഡിയത്തിലാണ്. അപ്പോൾ ഏത് മീഡിയ എന്നൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ. അങ്ങനെ ബേസിക് മീഡിയത്തിൽ റിയാക്ട് ചെയ്ത് അവർ മാംഗനീസ് ഡയോക്സൈഡും അതായത് MnO2ഉം ബ്രോമേറ്റഡ് അയോണും തരും, Br₆ തരും. അപ്പോൾ ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്യാനാണ് പറയണത്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട്? ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1. The skeletal equation is MnO4- plus Br- gives MnO2 plus Br₆. ആദ്യം നമ്മൾ സ്കെൽറ്റൽ ഇക്വേഷൻ എഴുതി, അത് തന്നിരിക്കുന്ന ഇക്വേഷൻ തന്നെ. അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് 2ലേക്ക് പോവാം. Assign oxidation number to each element and identify the elements undergoing change in oxidation number. ഓരോ എലമെൻസിനും ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ നോക്കാം. MnO4- മാംഗനീസിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7, ഓക്സിജൻ്റെ -2. ഇനിയിപ്പോൾ ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് മാംഗനീസിന് +7 കിട്ടിയതെന്ന്. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. നമുക്കറിയാത്ത ഒരു എലമെൻറ്റിൻ്റെ ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ X എന്ന് കൊടുക്കുക. അതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് അതിനനുസരിച്ച് X എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ Mn ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് വെറുതെ ഒരു X എന്ന് എഴുതിയാൽ മതി. Mn2 എന്നുണ്ടായിരുന്നെങ്കിൽ 2X എന്ന് എഴുതേണ്ടി വന്നേനെ. അപ്പോൾ ഇവിടെ Mn ഒരെണ്ണമായ കാരണം X പ്ലസ് ഓക്സിജൻ്റെ -2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് നമുക്ക് അറിയാം. ഓക്കെ, ഓൾറെഡി അറിയണ കാര്യങ്ങളാണ്. കാരണം അതിൻ്റെ റൂൾസിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സെപ്ഷൻസിൽ മാത്രമേ ഓക്സിജന് വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ വരുന്നുള്ളൂ. അല്ലാത്ത കേസിലെല്ലാം ഓക്സിജൻ -2 ആണ്. ഓക്സിജൻ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണ്ട, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എണ്ണത്തിലല്ല ഡിപ്പെൻഡ് ചെയ്യണേ, -2. പക്ഷെ നമ്മൾ അറിയാത്തൊരു എലമെൻറ്റിനെ കണ്ടുപിടിക്കുമ്പോൾ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ മാംഗനീസ് ഒരെണ്ണമാണ്, 2 ആയിരുന്നെങ്കിൽ 2X എന്ന് കൊടുക്കണം. അതല്ല, നമ്മൾ സാധാരണ ഒരു ഓക്സിഡേഷൻ നമ്പർ എഴുതുമ്പോൾ ആ എണ്ണം നോക്കില്ല, എന്താണോ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് തന്നെയാണ് എഴുതേണ്ടത്. സോ Mn ഇവിടെ കൊടുക്കുക X പ്ലസ് ബ്രാക്കറ്റിൽ. ഇനി ഓക്സിജൻ -2 ഇൻറ്റു 4 ഓക്സിജൻ ഇൻറ്റു 4 ഈക്വൽ ടു -1. ഇവിടെ ഒരു മൈനസ് ചാർജ് ഉണ്ട്, അപ്പോൾ -1. അപ്പോൾ എന്തായി? X -8 ഈക്വൽ ടു -1. അപ്പോൾ ഈ -8 റൈറ്റ് സൈഡിലേക്ക് പോയാൽ X ഈക്വൽ ടു +7 കിട്ടും. അങ്ങനെയാണ് മാംഗനീസിന് +7 കിട്ടിയത്. പിന്നെ ഓക്സിജൻ നമുക്കറിയാം -2. ബ്രോമിയത്തിന് മൈനസ് ചാർജ് ഓൾറെഡി ഉണ്ട്, സോ -1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഇവിടുത്തെ MnO2ന് സെയിം രീതിയിൽ നമ്മൾ MnO4- എങ്ങനെയാണോ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടത് അതുപോലെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് +4 എന്ന് കിട്ടും. ഓക്സിജൻ്റെ -2, Br₆ Brന് +5, ഓക്സിജന് -2. Here the oxidation number of Mn and Br are changed. നോക്കാം ആരുടെ മാറണേ നോക്കാം. ഇവർ പറയണത് മാംഗനീസിൻ്റെയും ബ്രോമിയത്തിൻ്റെ ആണെന്ന്. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. മാംഗനീസിന് നോക്കുമ്പോൾ +7 നിന്ന് മാംഗനീസ് +4ലേക്ക് പോകണം. സോ അവിടെ ഒരു ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്നുണ്ട്. എങ്ങനെയാണ് ചേഞ്ച് വരുന്നത്? ഡിക്രീസ് ആവുകയാണ് ചെയ്യണം അല്ലേ? സോ റെഡ്യൂസ്ഡ് ആവുകയാണ് ചെയ്യണം. ഇനി ഓക്സിജൻ -2 തന്നെയാണ്, ഇവിടെ -2 ഇവിടെ -2. അപ്പോൾ കുഴപ്പമില്ല, അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി ബ്രോമിയം നോക്കാം. -1 നിന്ന് +5ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് വരേണ്ട ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹിയർ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn and Br are changed എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 3. Calculate the change in oxidation number and make them equal by multiplying with suitable number. Here, the oxidation number of Mn is decreased by 3 and that of Br is increased by 6. In order to equate them, multiply MnO4- by 2. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെ സ്യൂട്ടബിൾ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾക്ക് Mn നോക്കുമ്പോൾ Mൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആയിരുന്നു, അതിൽ നിന്ന് +4ലേക്ക് കുറഞ്ഞു. അപ്പോൾ 3 ആണ് ഡിക്രീസ് ആയത് അല്ലേ? അതുപോലെ Br -1 ആയിരുന്നു, അത് +5ലേക്ക് ഇൻക്രീസ് ആയി. അപ്പോൾ 6 ആണ് അതിൻ്റെ ഇൻക്രീസ്. അപ്പോൾ ഇങ്ങനെ ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? MnO4- 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്തുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ നോക്കൂ, 6നെ 3 എടുത്താൽ അവർക്ക് 3നെ 6 ആക്കാൻ ഒരു വഴിയുണ്ട്, × 2 ചെയ്താൽ പോരെ. അതുപോലെ കേട്ടോ,
അപ്പോൾ ഇവിടെ LCM ഒക്കെ എടുത്ത് കാണാം നമുക്ക് വേണമെങ്കിൽ. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ LCM എടുത്ത് കാണാം. അതായത് ഇപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൽ എത്ര കൊണ്ട് ചേഞ്ചാണ് രണ്ടാൾക്കാർക്കും വരുന്നത്, റിഡക്ഷൻ ചെയ്യപ്പെട്ട ആൾക്കാർക്കും ഓക്സിഡേഷൻ ചെയ്യപ്പെട്ട ആൾക്കാർക്കും എത്ര ഇൻക്രീസ് ആണ് ഡിക്രീസ് ആണ് വരണമെങ്കിൽ അവർ തമ്മിൽ ഒരു LCM എടുത്ത് നോക്കാം. ഇപ്പോൾ 4ഉം 3 വരണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ചോയ്സ് ഇല്ല. രണ്ടുപേരും 12 ആക്കണ രീതിയിൽ 3ൻ്റെ അവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 4ൻ്റെ അവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 3ഉം 6 ആണ്. അപ്പോൾ ആ 3നെ ഇൻറ്റു 2 ചെയ്താൽ 6 കിട്ടില്ലേ, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ MnO4 മൈനസിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണത്. അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗിവ്സ് MnO2 പ്ലസ് BrO3 മൈനസ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് 3ൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ആദ്യം കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ. സ്റ്റെപ്പ് 4ലാണ് നമുക്ക് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ നോക്കാം. നൗ ബാലൻസ് ഓൾ ദി ആറ്റംസ് എക്സെപ്റ്റ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. ഓക്സിജനും ഹൈഡ്രജനും അല്ലാണ്ട് ബാക്കിയുള്ള ആറ്റത്തിനെ ബാലൻസ് ചെയ്യാം. അപ്പോൾ ഇവിടെ Mn ഉം Br ആണ് ബാക്കിയുള്ള ആറ്റംസ് അല്ലേ. സോ സ്റ്റെപ്പ് 3ൽ Mn ലെഫ്റ്റിൽ 2 ഉണ്ടായിരുന്നു, റൈറ്റിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റിൽ MnO2ൻ്റെ അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി Br ലെഫ്റ്റിൽ ഒരെണ്ണുള്ളൂ, റൈറ്റിലും ഒരെണ്ണുള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗിവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് എന്ന് കിട്ടും. ഇനി 5th സ്റ്റെപ്പ്. Now balance the ionic charges on both sides. Here the net ionic charge on LHS is -3 and on RHS is -1. To equate them, add 2OH minus on RHS since the reaction takes place in basic medium. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അയണിക് ചാർജ് രണ്ട് സൈഡും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ LHSലുള്ള നെറ്റ് അയണിക് ചാർജ് എന്ന് പറയുന്നത് -3ഉം RHSൽ -1ഉം ആണ്. അപ്പോൾ ഇവരെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ RHSൽ 2 OH മൈനസ് ആഡ് ചെയ്യും. OH മൈനസ് ആഡ് ചെയ്യാൻ കാരണം ബേസിക് മീഡിയം ആയതുകൊണ്ടാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് -3 ലെഫ്റ്റിലും -1 റൈറ്റിലും കിട്ടിയെന്ന് നോക്കാം. സ്റ്റെപ്പ് 4ൽ എത്ര ചാർജസ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. MnO4 മൈനസിൽ ചാർജ് വരുന്നുണ്ട്, Br മൈനസിൽ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ 2 MnO4 മൈനസ് ഉണ്ട്. സോ 2 മൈനസ് പിന്നെ ഒരു മൈനസും കൂടി ഉണ്ട്. അപ്പോൾ -3 ടോട്ടലായിട്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ MnO2ന് ചാർജസ് ഒന്നുമില്ല, BrO3 മൈനസിനേ ഉള്ളൂ. സോ -1 ആണ് റൈറ്റ് സൈഡിലെ ചാർജ്. അപ്പോൾ LHSൽ -3ഉം RHSൽ -1ഉം. ഇനി അവരെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2 OH മൈനസ് റൈറ്റിൽ ആഡ് ചെയ്യും. എന്തുകൊണ്ടാണ് 2 ആഡ് ചെയ്യണത്? ഇവിടെ -3 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ -2 കൂടി വന്നാലല്ലേ അവിടെ സെയിം ആവുള്ളൂ. പിന്നെ OH മൈനസ് ആഡ് ചെയ്യണത് എന്തുകൊണ്ടാണ്? റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗിവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് 2OH മൈനസ്. ഇനി 6th സ്റ്റെപ്പ്. നൗ ബാലൻസ് ഹൈഡ്രജൻ ആറ്റംസ് ബൈ ആഡിങ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് H2O മോളിക്യൂൾസ്. ഹിയർ ആഡ് 1 H2O മോളിക്യൂൾ ഓൺ LHS. അപ്പോൾ ഇനി നമ്മൾ ഹൈഡ്രജൻ ആറ്റംസ് ബാലൻസ് ചെയ്യാൻ പോകുക കേട്ടോ. ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര എമൗണ്ട് ആണോ ഹൈഡ്രജൻ വേണ്ടത് അത്ര എമൗണ്ട് തന്നെ H2O മോളിക്യൂൾസ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു H2O മോളിക്യൂൾ LHSൽ ആഡ് ചെയ്താൽ മതി. എന്തുകൊണ്ടാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 5ൽ നമുക്ക് നോക്കാം ഹൈഡ്രജൻ ആറ്റംസ് എത്രയുണ്ടെന്ന് നോക്കാം. ഒന്നുമില്ല. റൈറ്റ് സൈഡിലോ 2 ഉണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 വേണം. H2O എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ പോരെ. അതാണ് നമ്മളിവിടെ ചെയ്യണത്. 2MnO4 മൈനസ് പ്ലസ് Br മൈനസ് പ്ലസ് H2O ഗിവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് 2OH മൈനസ്. നൗ ദി ഇക്വേഷൻ ഇസ് ബാലൻസ്ഡ്. നോക്കാം ഇക്വേഷൻ ബാലൻസ്ഡ് ആയി നോക്കാം, വെരിഫൈ ചെയ്യണ്ടേ. അതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ്. മറക്കരുത് കേട്ടോ എക്സാംസിനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് ആറ്റംസ് സെയിം ആണോ നോക്കാം. ഇവിടെ 2 Mn ഉണ്ട് ലെഫ്റ്റിൽ, റൈറ്റിൽ 2 Mn ഉണ്ട്. ലെഫ്റ്റിൽ 8 പ്ലസ് 1 9 ഓക്സിജൻ ഉണ്ട്. റൈറ്റിൽ 2 2 4 പ്ലസ് 3 7 പ്ലസ് 2 9. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും 9 ഓക്സിജൻ ഉണ്ട്. Br ലെഫ്റ്റിൽ ഒരെണ്ണം, റൈറ്റിലും ഒരെണ്ണം. ഹൈഡ്രജൻ ലെഫ്റ്റിൽ 2 റൈറ്റിലും 2. അപ്പോൾ ആറ്റംസ് എല്ലാം ഈക്വൽ ആണ്. ഇനി അവരുടെ ചാർജസ് ഈക്വൽ ആണ് നോക്കാം. ഇവിടെ MnO4 മൈനസിന് ചാർജ് ഉണ്ട്, Br മൈനസ് ചാർജ് ഉണ്ട്. H2Oനില്ല. റൈറ്റ് സൈഡിൽ MnO2നില്ല, BrO3 മൈനസിനും OH മൈനസിനും ഉണ്ട്. അപ്പോൾ ഇനി എത്ര കൊണ്ടൊക്കെ അവർക്ക് ഉണ്ടെന്ന് നോക്കാം കേട്ടോ. 2 MnO4 മൈനസ് എന്നല്ലേ. സോ 2 മൈനസ് Br മൈനസിന്, അപ്പോൾ 2 മൈനസും ഒരു മൈനസും കൂടി -3. റൈറ്റ് സൈഡിൽ BrO3 മൈനസിലെ ഒരു മൈനസും 2OH മൈനസിലെ 2 മൈനസും. അപ്പോൾ റൈറ്റ് സൈഡിലും -3. അപ്പോൾ ലെഫ്റ്റും റൈറ്റും ആറ്റംസും ഈക്വലായി, ചാർജസും ഈക്വലായി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 5th ക്വസ്റ്റ്യൻ. ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ SO4 മൈനസ് ഇസ്. ജൂലൈ 2017 ചോദിച്ചതാട്ടോ. SO4 മൈനസ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്നാണ് ചോദിക്കുന്നത്. എളുപ്പമല്ലേ, എങ്ങനെ ചെയ്യാം? സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്കറിയാത്തത്. സോ X പ്ലസ് ഓക്സിജൻ്റെ -2 ആണ്. സോ -2 ഇൻറ്റു 4 ഓക്സിജൻ ഉള്ള കാരണം × 4 ഈക്വൽ ടു
ഇനി അവർക്കൊരു ചാർജ് ഉണ്ട്, 2 മൈനസ് ആണ് അവരുടെ ചാർജ്, അപ്പോൾ -2 എന്ന് എടുക്കും. അപ്പോൾ എക്സ് പ്ലസ് -2 × 4 = -2 എന്ന് കിട്ടി. സോ എക്സ് -8 = -2 എന്ന് കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായി? +6. അപ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 6 ആണ്. ഇനി അടുത്തത് ബി. In a redox reaction, reduction and oxidation takes place simultaneously. Write the redox reaction in Daniell cell. Random question. When CuSO4 solution stored in iron vessel, the blue color changes to pale green. Do you agree with it? Justify. September 2016 ചോദിച്ചതാണ്. അപ്പോൾ ചോദിക്കുന്നത് എന്താ വെച്ചാൽ റിഡോക്സ് റിയാക്ഷനിൽ റിഡക്ഷനും ഓക്സിഡേഷനും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കും അല്ലേ, അതുകൊണ്ടാണ് അവർ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഡാനിയൽ സെല്ലിലുള്ള റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് എഴുതാൻ പറയുകയാണ്. പിന്നെ പറയുകയാണ് അയൺ വെസലിൽ CuSO4 സൊല്യൂഷൻ സ്റ്റോർ ചെയ്താൽ അവരുടെ ആ ബ്ലൂ കളർ പെയിൽ ഗ്രീൻ ആവും. ഇതിൽ നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ അങ്ങനെ ബ്ലൂ കളർ പെയിൽ ഗ്രീൻ ആവുമോ ജസ്റ്റിഫൈ ചെയ്യാം. ഇപ്പോൾ ബി സെക്ഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഡാനിയൽ സെല്ലിലുള്ള റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ പറഞ്ഞിട്ടായിരുന്നു. അതാണ് Zn + Cu2 + ഗസ് Zn2 + Cu പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അയൺ വെസലിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ബ്ലൂ കളർ പെയിൽ ഗ്രീൻ ആവുന്നുണ്ട്, എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ നോക്കാം. യെസ്, നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ട്, അങ്ങനെ പെയിൽ ഗ്രീൻ ആവും. കാരണം എന്താ? അയൺ ക്യാൻ ഡിസ്പ്ലേസ് copper from CuSO4 solution and form FeSO4. So the blue color changes to pale green. അതായത് അയൺ വെസലിലേക്കാണ് നമ്മൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സ്റ്റോർ ചെയ്യണേ. സോ അയൺ കോപ്പറിനെക്കാട്ടും റിയാക്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ അവർക്ക് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആ കോപ്പർ സൾഫേറ്റിൻ്റെ ആ ഒരു ബ്ലൂ കളറ് പെയിൽ ഗ്രീനായി മാറുന്നത്. ഓക്കെ, അതാണ് ഇക്വേഷനിൽ എഴുതിയത്. ഇക്വേഷൻ എന്തായാലും എഴുതണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഹാഫ് മാർക്കെങ്കിലും കട്ട് ചെയ്യും. സോ നിങ്ങൾക്ക് എവിടെ ഇക്വേഷൻ എഴുതണമെന്ന് നെസസറി ആയിട്ട് തോന്നുന്നുണ്ടോ അവിടേക്ക് എഴുതിക്കോളൂ. സോ Fe + CuSO4 gives FeSO4 + Cu. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6th question. Redox reactions can be considered as electron transfer reactions. In an experiment, a copper rod is dipped in AgNO3 solution. A. What happens to the color of the solution and why? B. Identify the oxidizing and reducing agents in this reaction. C. Calculate the oxidation number of Cr in K2Cr2O7 and phosphorus in H2P2O5. മാർച്ച് 2016 ചോദിച്ചതാണ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷൻസിനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ കോപ്പർ റോഡ് AgNO3 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു. അതാണ് നമ്മുടെ ക്ലൂ ട്ടോ. അതെല്ലാ ക്വസ്റ്റനും അരിച്ച് പറക്കി വായിച്ചോളൂ. കോപ്പർ റോഡ് AgNO3 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താവും അതിൻ്റെ കളറിന് സംഭവിക്കുക എന്നാണ് ചോദിക്കണേ. എന്തുകൊണ്ടാവും അത് സംഭവിക്കുക? ബിയിൽ ചോദിക്കുന്നത് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജൻറ്റിനെ കണ്ടുപിടിക്കാൻ. സിയിൽ K2Cr2O7 ക്രോമിയത്തിൻ്റെയും H2P2O5 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം എ. എന്താണ് ആ കളറിന് സംഭവിക്കുക, എന്തുകൊണ്ടാണ്? സൊല്യൂഷൻ ബിക്കംസ് പെയിൽ ബ്ലൂ ഇൻ കളർ. ദിസ് ഇസ് ബിക്കോസ് കോപ്പർ ഡിസ്പ്ലേസസ് Ag ഫ്രം AgNO3 സൊല്യൂഷൻ. ആ സൊല്യൂഷൻ്റെ കളറ് പെയിൽ ബ്ലൂ ആവും. കോപ്പറിന് AgNO3 സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. അത്രയും റിയാക്റ്റീവ് ആണ് Agനെക്കാട്ടും. അപ്പോൾ നമ്മൾ ആ റിയാക്ഷൻ എഴുതുക. ആദ്യം നമ്മൾ കോപ്പർ റോഡ് AgNO3 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു അല്ലേ. സോ Cu + AgNO3 gives CuNO3 twice + 2Ag. ഇനി ബിയിൽ നമ്മളോട് ചോദിച്ചാണ് ഐഡൻറ്റിഫൈ ദ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻസ് ഇൻ ദ റിയാക്ഷൻ എന്നാണ്. ആരാണ് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് നോക്കാം. നമുക്ക് ആദ്യം അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. കോപ്പറിൻ്റെ 0, AgNO3യിൽ Agൻ്റെ +1, ഇവിടെ CuNO3 twiceൽ Cuൻ്റെ +2, Agൻ്റെ 0. അപ്പോൾ കോപ്പർ 0യിൽ നിന്ന് +2 സ്റ്റേറ്റിലേക്ക് ഇൻക്രീസ് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ അവിടെ ഓക്സിഡേഷനാണ് നടക്കണേ. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നവരാണ് റെഡ്യൂസിങ് ഏജൻസ്. സോ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് കോപ്പറാണ്. ഇനി AgNO3യിലെ Ag +1ൽ നിന്ന് 0യിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ ഒരു റിഡക്ഷനാണ് നടക്കുന്നത്. അങ്ങനെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നവരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. സോ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് AgNO3 മൊത്തത്തിൽ എഴുതണം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ആരാണോ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവരൊരു മോളിക്യൂളായിട്ടാണ് നിൽക്കണമെങ്കിൽ അവരെ മൊത്തത്തിൽ അങ്ങോട്ട് എഴുതണം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് സി ക്വസ്റ്റനിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. ആദ്യം K2Cr2O7 Crൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് നോക്കാം. +6 ആണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത് നോക്കാം. പൊട്ടാഷ്യത്തിൻ്റെ +1 ആണ്. സോ 2 × 1 പ്ലസ് നമുക്ക് ക്രോമിയത്തിൻ്റെ ആണ് അറിയാത്തത്. സോ 2x എന്ന് കൊടുക്കുക, 2 ക്രോമിയുള്ള കാരണം. പ്ലസ് -2 ആണ് ഓക്സിജൻ്റെ. സോ -2 × 7 ഓക്സിജൻ ഉള്ള കാരണം × 7 = 0. ചാർജസ് ഒന്നും ഇല്ലല്ലോ. സോ 0. അപ്പോൾ എന്ത് വരും? 2 + 2x - 14 = 0 എന്ന് വരും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ x 6 ആയിട്ട് കിട്ടും. ഇനി H2P2O5 ഫോസ്ഫറസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് വരുന്നത്? +4. എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഹൈഡ്രജന് നമുക്കറിയാം +1 ആണ്. സോ 1 × 2 ഹൈഡ്രജൻ ഉള്ള കാരണം × 2 പ്ലസ് നമുക്കറിയാത്തത് ഫോസ്ഫറസ് ആണ്. അത് 2 എണ്ണം ഉണ്ട്. സോ 2x പ്ലസ്
ഓക്സിജൻ നമുക്കറിയാം 5 എണ്ണം ഉണ്ട്, പക്ഷേ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -2. സോ -2 × 5 = 0. ചാർജസ് ഒന്നുമില്ല അതുകൊണ്ട്. അപ്പോൾ എന്ത് കിട്ടും? 2 + 2x - 10 = 0. 2x = 8, x എന്ന് പറയുന്നത് +4 ആവും. ഇനി അടുത്തത് 7th question. Identify the oxidant and reductant in the following ionic equation and balance it using oxidation number method. MnO4- plus Br- plus H plus gives Mn2 plus Br2 plus H2O. സെപ്റ്റംബർ 2015 ചോദിച്ചതാട്ടോ. അപ്പോൾ ഓക്സിഡൻറ്റിനെയും റിഡക്റ്റൻറ്റിനെയും കണ്ടുപിടിക്കാൻ പറയുകയാണ് ഈ അയണിക് ഇക്വേഷനിൽ. ഒപ്പം അതിനെ ബാലൻസ് ചെയ്യാനും കൂടി പറയുന്നുണ്ട് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇക്വേഷൻ എഴുതാം, എന്നിട്ട് ഓക്സിഡൻറ്റും റിഡക്റ്റൻറ്റും ആരാന്ന് കണ്ടുപിടിക്കാം. ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, റിഡക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കാം. Mn-ൻ്റെ +7, ഓക്സിജൻ്റെ -2, Br-ൻ്റെ -1, H+ൻ്റെ +1, Mn2+ലെ Mn +2, Br2ലെ 0, H2O-ലെ ഹൈഡ്രജൻ്റെ +1, ഓക്സിജന് -2. ഇനി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ആരാണോ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവരാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ നമുക്ക് ആരാണ് ഇവിടെ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പോകണമെന്ന് നോക്കാം. Mn +7 നിന്ന് +2 ആയി. അപ്പോൾ അവിടെ റിഡക്ഷനാണ് നടന്നത്. അപ്പോൾ അവർ റിഡക്ഷൻ നടക്കുന്ന ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആവും. ഓക്സിഡൈസിങ് ഏജൻറ്റിനെയാണ് ഓക്സിഡൻ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ MnO4- എന്ന് പറയുന്നത് ഓക്സിഡൻ്റ് ആണ്. ഇനി Br- നോക്കാം. ആ -1 നിന്ന് 0ലേക്ക് പോയി. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഓക്സിഡൈസ് ചെയ്യപ്പെടുന്ന ഒരു റിഡക്റ്റൻ്റ് ആണ്, അതായത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. സോ റിഡക്റ്റൻ്റ് എന്ന് പറയുന്നത് Br- ആയി. ഇവിടെ ബാക്കിയുള്ളവരെടുത്ത് നോക്കൂ, നമുക്ക് വേണമെങ്കിൽ വെരിഫിക്കേഷൻ നോക്കാം. ഓക്സിജൻ -2 ആണ്, റൈറ്റ് സൈഡിൽ -2 തന്നെയാണ്. ഹൈഡ്രജൻ +1 ആണ്, റൈറ്റ് സൈഡിലും +1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് ഓക്സിഡൻറ്റും റിഡക്റ്റൻറ്റും ഏതാണെന്ന് തീരുമാനിച്ചാൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴിയാണ് ബാലൻസ് ചെയ്യാൻ പറഞ്ഞത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കെൽറ്റൽ ഇക്വേഷനേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതാം. സ്റ്റെപ്പ് 2, assign the oxidation number to each element and identify the elements undergoing change in oxidation number. എലമെൻസിന് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക, എന്നിട്ട് ഏതൊക്കെ എലമെൻസിനാണ് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്നത് നോക്കാം. ഇവിടെ +7 നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാരണം നമുക്കറിയാം Mn-ലും Br-ലും ആണ് ഓക്സിഡേഷൻ നമ്പറിൽ ചേഞ്ച് വരുന്നത്. സോ ഹിയർ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn and Br are changed. ഇനി സ്റ്റെപ്പ് 3, കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആൻഡ് മേക്ക് ദം ഈക്വൽ ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് സ്യൂട്ടബിൾ നമ്പർ. ഹിയർ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Mn is decreased by 5 and that of Br is increased by 1. അപ്പോൾ എത്ര കൊണ്ട് ചേഞ്ച് വന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് സ്യൂട്ടബിൾ നമ്പർ കൊണ്ട് അവർ മൾട്ടിപ്ലൈ ചെയ്ത് ഈക്വൽ ആക്കുക. ഇവിടെ Mn-ൻ്റെ ഓക്സിഡേഷൻ നമ്പർ 5 കൊണ്ട് ഡിക്രീസ് ആയി, കാരണം +7 +2ലേക്കാണ് പോകുന്നത്. അപ്പോൾ 5 ഡിക്രീസ്ഡ് ആയി. Br-ൻ്റെ 1 കൊണ്ട് ഇൻക്രീസ് ആയി, അതായത് Br -1 ആയിരുന്നു, അത് 0 ആയി. സോ 1-ൽ ഇൻക്രീസ് ആയി. അപ്പോൾ ഇൻ ഓർഡർ ടു ഇക്വേറ്റ് ദം മൾട്ടിപ്ലൈ MnO4- by 2 and Br- by 10 since Br is present as Br2 in RHS. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പിൽ എന്താ പറഞ്ഞിരുന്നത്? Mn is decreased by 5 എന്നും Br is increased by 1 എന്നും അല്ലേ. ഈ Br എന്ന് പറയുന്നത് Br2 ആയിരുന്നില്ലേ റൈറ്റ് സൈഡിൽ. അപ്പോൾ 2 Br ഉണ്ടല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിൽ 2 Br ഉള്ള കാരണം നമ്മൾ ഇൻക്രീസ്ഡ് ബൈ 1 എന്നല്ലേ, അവിടെ 2 കൂടി ഉണ്ട്. Br2 എന്ന് പറഞ്ഞ മോളിക്യൂളിൽ 2 ആറ്റംസ് ഓഫ് Br ഉണ്ട്. അപ്പോൾ ഇൻക്രീസ്ഡ് ബൈ 1 അല്ലേ, അപ്പോൾ 2 Br ഉള്ളതുകൊണ്ട് 2 ആവില്ലേ. അപ്പോൾ Br 2 കൊണ്ട് ഇൻക്രീസ് ആയി ആൻഡ് Mn എന്ന് പറയുന്നത് ഡിക്രീസ് ബൈ 5 ആണ്. സോ 5ഉം 2ഉം അതിനെ LCM എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 തന്നെയാണ് വരിക. 5ഉം വരും 2ഉം വരും. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ 10. അപ്പോൾ അങ്ങനെ 10 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? Mn-ൻ്റെ അവിടെ × 2 ചെയ്യും, Br-ൻ്റെ അവിടെ × 10 ചെയ്യും. ഓക്കെ, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, Br is increased by 2 എന്ന് എഴുതരുത് കേട്ടോ, അത് തെറ്റും. നമ്മൾ കാൽക്കുലേഷൻ ഏതൊരു കോഫിഷ്യൻ്റ് എടുത്തിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതിൽ നിന്നുള്ള കാൽക്കുലേഷനാണ് ഇവിടെ ചെയ്യണത്. 2 Br ഉള്ള കാരണം നമ്മൾ × 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് ഒരു പെർട്ടിക്കുലർ കോഫിഷ്യൻ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോഫിഷ്യൻ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നും കൂടി പറഞ്ഞുതരാം. റൈറ്റ് സൈഡിൽ 2 Br ഉണ്ടായിരുന്നു. സോ 2 Br ഉള്ള കാരണം നമ്മൾ 2 Br-നും കൂടിയിട്ട് ഇൻക്രീസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമ്മൾ അവിടെ Br-ൽ ഇൻക്രീസ് എന്ന് പറയുന്നത് 2 വരുന്നുണ്ട്. പിന്നെ Mn-ൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിക്രീസ് ബൈ 5. അപ്പോൾ 5ഉം 2ഉം കൂടി നമുക്ക് സ്യൂട്ടബിൾ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ് വേണ്ടത്. അപ്പോൾ 5ൻ്റെ അവിടെ × 2 ചെയ്യുക, 1ൻ്റെ അവിടെ × 10 ചെയ്യുക. 2 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ 5 ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. ഇൻക്രീസ് എന്ന് പറയുന്നത് 1 ആണ്, പക്ഷേ 2 Br ഉള്ള കാരണം നമ്മൾ 2 എണ്ണം എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? MnO4- അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, Br- അവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 MnO4- plus 10 Br- plus H plus gives Mn2 plus Br2 plus H2O എന്ന് കിട്ടും. സ്റ്റെപ്പ് 4-ൽ now balance all the atoms except oxygen and hydrogen. അപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ആറ്റത്തിനെയും ബാലൻസ് ചെയ്യണം. അപ്പോൾ ഏതാണ് ബാക്കിയുള്ള ആറ്റംസ്? Mn-ഉം Br-ഉം അല്ലേ.
അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സ്റ്റെപ്പ് 3 2 mn ഉണ്ട്, റൈറ്റ് സൈഡിൽ 1 mn ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ mn × 2 കൊടുക്കുക. ലെഫ്റ്റിൽ BR എന്ന് പറയുന്നത് 10 ഉണ്ട്, റൈറ്റിൽ BR2 ആണ്. 2 BR ഉണ്ട്, അപ്പോൾ × 5 ചെയ്താൽ പോരെ. സോ 5 BR2 എന്നാവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 2MnO4 minus plus 10Br minus plus H plus gives 2Mn2 plus 5Br2 plus H2. In step 5, now balance the ionic charges on both sides. Here the net ionic charge on LHS is minus 11 and on RHS is plus 4. To equate them, add 15H plus on LHS since the reaction takes place in acidic medium. അപ്പോൾ ഇനി നമ്മൾ അയനിക് ചാർജസ് രണ്ട് സൈഡിലും ബാലൻസ് ചെയ്യാൻ പോവാണ്. LHSൽ വരുമ്പോൾ നെറ്റ് അയനിക് ചാർജ് എന്ന് പറയുന്നത് -11 RHSൽ വരുമ്പോൾ +4 ആണ്. ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 15H+ ആഡ് ചെയ്യുക. H+ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ, അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും കൂടി വെരിഫൈ ചെയ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ MnO4- ചാർജ് ഉള്ളത്, പിന്നെ Br- H+നും ചാർജ് ഉണ്ട്. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ Mn2+ മാത്രമേ ചാർജ് ഉള്ളൂ. സോ ലെഫ്റ്റ് സൈഡിൽ എത്ര ചാർജസ് ഉണ്ട്, 2- 10- കൂടി 12- പ്ലസ് H+ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് വരുന്നത്, അപ്പോൾ ഒരു ഡിക്രീസ് വരുന്നുണ്ട്. സോ 11 മൈനസ് എന്ന് കിട്ടും. അപ്പം -11 LHSൽ കിട്ടും. റൈറ്റ് സൈഡിൽ 4+ ആണ് വരിക, കാരണം 2 Mn+ ഉണ്ട്, അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2+ ആണ്. അപ്പോൾ 2 × 2 4+. അപ്പോൾ റൈറ്റ് സൈഡിൽ +4ഉം ലെഫ്റ്റ് സൈഡിൽ -11ഉം. അപ്പോൾ ഇവർ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ 15H+ ആഡ് ചെയ്താൽ പോരെ. H+ ആഡ് ചെയ്യാനുള്ള കാരണം അസിഡിക് മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുന്നത്. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 2MnO4- plus 10Br- plus 16H+ gives 2Mn2+ plus 5Br2 plus H2O. ഇവിടെ 16H+ വരാൻ കാരണം എന്താ, നമുക്ക് ഓൾറെഡി ഒരു H+ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം 15H+ ആഡ് ചെയ്തു, അപ്പോൾ 16H+ കിട്ടി കേട്ടോ. ഇനി സ്റ്റെപ്പ് 6, now balance hydrogen atoms by adding sufficient number of H2O molecules. Here add 7 more H2O molecule on RHS. ഇനി നമ്മൾ ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് H2O മോളിക്യൂൾസ് ആണ് എത്ര വേണോ അത്ര ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 7 H2O മോളിക്യൂൾസ് RHSൽ ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ് 7 എടുക്കണേ നോക്കാം. സ്റ്റെപ്പ് 5 നമുക്ക് എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ 16 ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്റിലും 16 ഹൈഡ്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് +7 H2O എന്ന് ആഡ് ചെയ്താൽ പോരാ. കാരണം എന്താ, H2O മോളിക്യൂളാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണേ. ആ H2Oയിൽ തന്നെ 2 ഹൈഡ്രജൻ ഉണ്ട്. നമുക്ക് RHSലും 16 ഹൈഡ്രജൻ വേണം. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് ഒരു 7 H2O ഒന്നും കൂടി ആഡ് ചെയ്താൽ നമുക്ക് അവിടെ 16 ഹൈഡ്രജൻ കിട്ടില്ലേ. എന്തുകൊണ്ടാണ് 7 H2O എടുക്കണേ? H2O എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഹൈഡ്രജൻ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ H2O ആണ് അസിഡിക് മീഡിയത്തിൽ എടുക്കുക. അപ്പോൾ H2Oയിൽ തന്നെ 2 ഹൈഡ്രജൻ ഉണ്ടല്ലേ. അപ്പോൾ 7 H2O മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും, 14 ആവും. 14 പ്ലസ് ഇവിടെ ഓൾറെഡി ഉള്ള 2 കൂടിയും കൂട്ടിയാൽ 16 ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 7 മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ എടുക്കണം കേട്ടോ. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 2MnO4- plus 10Br- plus 16H+ gives 2Mn2+ plus 5Br2 plus 8H2O. Now the equation is balanced. അപ്പോൾ ബാലൻസ്ഡ് ആയോ ഇല്ലയോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം ആറ്റംസ്. ലെഫ്റ്റ് സൈഡിൽ 2 Mn, റൈറ്റ് സൈഡിലും 2 Mn. ലെഫ്റ്റ് സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്, 8 ഓക്സിജൻ. റൈറ്റ് സൈഡിലും 8 ഓക്സിജൻ. ലെഫ്റ്റ് സൈഡിൽ Br 10, റൈറ്റ് സൈഡിലും Br 10. 5 × 2 10. ഇനി ലെഫ്റ്റ് സൈഡിൽ 16 ഹൈഡ്രജൻ, റൈറ്റ് സൈഡിലും 16 ഹൈഡ്രജൻ. അപ്പോൾ ഇനി ആറ്റംസ് ബാലൻസ്ഡ് ആയി. ഇനി ചാർജസ് ബാലൻസ്ഡ് ആണെന്ന് നോക്കാം. ഇവിടെ 2 മൈനസും 10 കൂടി 12 പ്ലസ് 16H+ വരുന്നുണ്ട്. അപ്പോൾ -12ഉം +16ഉം +4 എന്ന് കിട്ടും. ലെഫ്റ്റിൽ റൈറ്റിലും +4 വന്നു. 2 × 2 +4. Now the equation is balanced. ഇപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് കിടക്കാം. Given the redox reaction തന്നിട്ടുണ്ട്. Identify the species which undergo reduction and oxidation. Identify the reductant and oxidant in the above reaction. Among the following, identify the one which is not a redox reaction. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കുറേ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ചത് എന്താ, ഒരു റിഡോക്സ് റിയാക്ഷൻ തന്നിട്ട് അതിൽ ഏത് സബ്സ്റ്റൻസ് ആണ് ഓക്സിഡൈസ്ഡ് ആവണേ, ഏതാണ് റെഡ്യൂസ്ഡ് ആവണേ, എന്താണ് റിഡക്റ്റൻറ്റ്, എന്താണ് ഓക്സിഡൻറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ എടുത്ത് എഴുതി. CuO + H2 gives Cu + H2O. അതിൽ Cuൻ്റെ +2, ഓക്സിജൻ്റെ -2, ഹൈഡ്രജൻ്റെ 0, Cuൻ്റെ 0, H2Oയിൽ Hൻ്റെ +1, ഓക്സിജൻ്റെ -2. Cuൻ്റെ +2 എന്ന് 0ലേക്ക് കുറഞ്ഞു. സോ റിഡക്ഷൻ ആണ് നടന്നത്. അപ്പോൾ സബ്സ്റ്റൻസ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ CuO മൊത്തത്തിൽ എഴുതണം കേട്ടോ, മറക്കരുത്. CuO ആണ് റെഡ്യൂസ്ഡ് ആവുന്നത്. ഇനി ഹൈഡ്രജൻ്റെ കേസ് നോക്കുമ്പോൾ 0 എന്ന് +1ലേക്ക് ഒരു ഇൻക്രീസ് ആണ് വന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൽ ഇൻക്രീസ് ആവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, സബ്സ്റ്റൻസ് ഓക്സിഡൈസ്ഡ് ആവാന്നാണ്. സോ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് H2. ഇനി റിഡക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓക്സിഡൈസ്ഡ് ആവണത് ആരാണോ അവരാണ് റിഡക്റ്റൻ്റ്, അതായത് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റിഡക്റ്റൻ്റ് ആരാണ്, H2.
ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ റെഡ്യൂസ്ഡ് ആവണത് അവരാണ് ഓക്സിഡൻറ്റ്, അതായത് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ CU ആണ് റെഡ്യൂസ്ഡ് ആവുന്നത്, സോ CU ആണ് ഓക്സിഡൻറ്റ്. അപ്പോൾ ഇനി ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തതെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കാം, എന്നിട്ട് അവരിലെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണ്ടോ നോക്കാം. ഫസ്റ്റത്തെ 3mg + N2 gives Mg3N2. അതിൽ Mgയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0, N2ൻ്റെ 0, Mg3N2ൽ Mgൻ്റെ +2, നൈട്രജൻ്റെ -3. അപ്പോൾ ഇവിടെ Mg0ന്ന് +2ലേക്ക് ഒരു ഇൻക്രീസ് വരുത്തുന്നുണ്ട് അല്ലേ ഓക്സിഡേഷൻ നമ്പറിൽ. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇനി 0ന്ന് -3 ഒരു റിഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ്. ഇനി അടുത്തത് Fe+2HCl gives FeCl2 + H2. Fe0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഹൈഡ്രജൻ +1, Cl -1, Fe+2, Cl -1, ഇനി H2 0. അപ്പോൾ ഇവിടെ Fe0ന്ന് +2ലേക്ക് ഒരു ഇൻക്രീസ് വരുന്നുണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ. ഇനി ഹൈഡ്രജൻ +1 ആണ്, ഇവിടുത്തെ ഹൈഡ്രജനിൽ 0 ആണ്. സോ +1ന്ന് 0ലേക്ക് ഒരു റിഡക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ റിഡക്ഷനും ഓക്സിഡേഷനും നടക്കുന്ന കാരണം റിഡോക്സ് റിയാക്ഷൻ. ഇനി Cl2ൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ -1 ചേഞ്ച് ഒന്നുമില്ല, പക്ഷേ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന കാരണം ഇത് റിഡോക്സ് റിയാക്ഷൻ ആയി. ഇനി തേർഡ് CaCO3 gives CaO + CO2. Caൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ +2, കാർബണിൻ്റെ +4, ഓക്സിജൻ്റെ -2. ഇനി ഇവിടെ CaOയിൽ Caൻ്റെ +2, ഓക്സിജൻ്റെ -2, കാർബൺ ഡൈ ഓക്സൈഡിൽ Cൻ്റെ +4, ഓക്സിജൻ്റെ -2. സോ ഇവിടെ കാൽഷ്യം എടുത്ത് നോക്കുകയാണെങ്കിൽ +2ന്ന് +2 മാറ്റമൊന്നുമില്ല. കാർബൺ നോക്കുകയാണെങ്കിൽ +4ഉം +4ഉം മാറ്റില്ല. ഓക്സിജന് -2 ഇവിടെ മാറ്റില്ല. അപ്പോൾ ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ല. എന്നാൽ കൂടിയും നമുക്ക് അടുത്ത ഓപ്ഷനും കൂടി നോക്കാം. NaH gives Na + H2. Naൻ്റെ +1, ഹൈഡ്രജൻ്റെ -1, Naൻ്റെ ഇവിടുത്തെ 0, ഹൈഡ്രജൻ്റെ 0. സോ +1ന്ന് 0ലേക്ക് ഒരു താഴ്ച അല്ലേ, റിഡക്ഷൻ. ഇനി -1ന്ന് 0ലേക്ക് ഹൈഡ്രജൻ്റെ പോകുന്നുണ്ട്. സോ അവിടെ ഒരു ഇൻക്രീസ് ആണ് വരുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ ഉള്ള കാരണം റിഡോക്സ് റിയാക്ഷനായി. അപ്പോൾ ഈ തന്നിരിക്കണേൽ ഏതാ റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്? മൂന്നാമത്തെ CaCO3 gives CaO + CO2. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി അടുത്ത 9th question. Find out the oxidizer and reducer in the following reaction on the basis of electronic concept. ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, August 2014 ചോദിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഓക്സിഡൈസർ ആരാ റെഡ്യൂസർ ആരാന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്സിഡൈസർ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഒരു വാക്കും കൂടി ഉണ്ട് ഓക്സിഡൻറ്റ്. റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റിഡക്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. ആദ്യം ഇക്വേഷൻ എടുത്ത് എഴുതുക കേട്ടോ. ഞാനിവിടെ എടുത്ത് എഴുതിയില്ല, ഡയറക്റ്റ് ആൻസർ എഴുതിയതാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ എടുത്ത് എഴുതി അതിന് മേലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്താൽ. സോ NAക്ക് 0, Cl2ന് 0, ഇവിടുത്തെ NaClൻ്റെ NAക്ക് +1, Clന് -1. അപ്പോൾ ഓക്സിഡൈസർ ആരാ? ഓക്സിഡൈസർ എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതായത് റെഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൾ. ഇവിടെ സോഡിയം എടുത്ത് നോക്കുമ്പോൾ 0ന്ന് +1ലേക്ക് ഒരു ഇൻക്രീസ് ആണ് ഉണ്ടാവുന്നത് ഓക്സിഡേഷൻ നമ്പറിൽ. സോ അവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഓക്സിഡേഷൻ നടന്നാൽ അത് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, റെഡ്യൂസർ ആണ്. സോ റെഡ്യൂസർ എന്ന് പറയുന്നത് Na. ഇനി Cl2 0 ആണ്, ഇവിടുത്തെ Cl -1 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസ് വന്നു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പറിൽ ഡിക്രീസ് വന്നാൽ അത് റിഡക്ഷൻ ആണ്. അപ്പോൾ റിഡക്ഷൻ നടക്കുമ്പോൾ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആരാണോ അതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്, അതാണ് ഓക്സിഡൈസർ. സോ ഓക്സിഡൈസർ എന്ന് പറയുന്നത് Cl2. ഇനി അടുത്ത 10th question. Write the formula of the following compounds. Nickel 2 sulfate, tin 4 oxide. മാർച്ച് 2014 ചോദിച്ചത് കേട്ടോ. എങ്ങനെ ഇതിൻ്റെ എഴുതാം? നിക്കൽ ടു സൾഫേറ്റ് അല്ലേ, NiSO4. ഈ 2 എവിടെ പോയിന്ന് വെച്ചാൽ സൾഫേറ്റിന് മൊത്തത്തിൽ ചാർജ് എന്ന് പറഞ്ഞാൽ -2 ആണ്. നിക്കലിന് +2 ആയി. നിക്കൽ ഒരു മെറ്റലായ കാരണം +2. സോ പോസിറ്റീവും -2ഉം കൂടിയിട്ട് ക്യാൻസൽ ആവില്ലേ. സോ NiSO4 എന്നായി. ഇനി ടിൻ 4 ഓക്സൈഡ്, അതിൻ്റെ SN ആണ് ടിന്നിൻ്റെ സിമ്പിള്. അപ്പോൾ SnO2 എന്നാവും. ഓക്സൈഡ് എന്ന് പറയുമ്പോൾ -2 അല്ലേ, ടിന്നിന് 4 അല്ലേ. സോ 4 ഇവിടെ 2 ഇവിടെ. അപ്പോൾ ടിന്നിൻ്റെ 2 എന്ന് പറയുന്നത് ഓക്സൈഡിലേക്ക് പോവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് SnO2 എന്ന് കിട്ടുക. ഇനി അടുത്ത 11th question. A പാർട്ട് നോക്കാം. Calculate the oxidation number of Cr in Cr2O3 and sulfur in H2SO4. B പാർട്ട്. In disproportionation reaction, identify the element undergoing disproportionation. P4 + 3OH - + 3H2O gives PH3 + 3H2PO2-. സെപ്റ്റംബർ 2013 ചോദിച്ചതാണ് കേട്ടോ. സോ ആദ്യം നമ്മളോട് ചോദിച്ചിരുന്നത് Cr2O3 Crൻ്റെ ഓക്സിഡേഷൻ നമ്പറും H2SO4 സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പറും. അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ബിയിൽ പറയുന്നത് ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഏത് എലമെൻ്റാണ് ഡിസ്പ്രപ്പോർഷനേഷൻ അണ്ടർഗോ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് A പാർട്ട് എന്താ നോക്കാം. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം ഇൻ Cr2O3 എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാത്തത് ക്രോമിയം തന്നെയാണ്. അപ്പോൾ 2 ക്രോമിയം ഉണ്ട്, 2x പ്ലസ് ഓക്സിജൻ്റെ -2 ആണ്, 3 ഓക്സിജനുള്ള കാര്യം × 3. സോ 2x - 6 എന്നാവും = 0. കാരണം അതിന് ചാർജസ് ഒന്നുമില്ല.
സോ 2x - x = 0, x എന്ന് +3 കിട്ടി. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +3 ആണ്. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ H2SO4 എന്ന് പറയുന്നത് +6 ആണ്. എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഒരു ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1, സോ 1 × 2 പ്ലസ് അറിയാത്തത് സൾഫറാണ്, അത് ഒരെണ്ണുള്ളൂ, സോ x പ്ലസ് ഓക്സിജൻ്റെ -2, 4 ഓക്സിജൻ ഉള്ള കാരണം × 4 = 0, ചാർജസ് ഒന്നും ഇല്ലാത്ത കാരണം. സോ 2 + x - 8 = 0, x +6 എന്ന് കിട്ടി. ഇനി നമ്മളൊരു രണ്ടാമത് ചോദിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനാണ് തന്നേണ്, അതിൽ ആരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ അണ്ടർഗോ ചെയ്യണേന്നാണ് ചോദിക്കുന്നത്. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ചെയ്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എല്ലാം എഴുതി കൊടുക്കുക. എന്നിട്ട് നോക്കുമ്പോൾ P4-ന് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, അത് -3ലേക്ക് ഡിക്രീസ് ആവുന്നുണ്ട് അല്ലേ. pH3 നോക്കുമ്പോൾ -3ലേക്ക് ഡിക്രീസ് ആവുന്നുണ്ട്. അപ്പോൾ അവിടെ റിഡക്ഷൻ നടന്നു. ഇനി ആ P4 തന്നെ H2PO2 മൈനസിൽ നോക്കുമ്പോൾ +1ലേക്ക് ഇൻക്രീസ് ആവുന്നുണ്ട് ഇവിടുത്തെ ഫോസ്ഫറസ് അല്ലേ. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പോൾ ഫോസ്ഫറസിൽ മാത്രമാണ് ഇങ്ങനെ ചേഞ്ചസ് വരുന്നതും ആ ഫോസ്ഫറസ് തന്നെയാണ് ഓക്സിഡൈസ്ഡ് ആവുന്നതും റെഡ്യൂസ്ഡ് ആവുന്നതും. സോ എഴുതുക, ഹിയർ P4 is simultaneously oxidized and reduced, so it is a disproportionation reaction and the element undergoing disproportionation reaction is P4. അങ്ങനെ കൂടി ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. ഇനി അടുത്ത 12th question. During a group discussion, one of your friends argues that thermal decomposition of KClO3 is a redox reaction while that of CaCO3 is not a redox reaction. Give your opinion and substantiate. മാർച്ച് 2012 ചോദിച്ചതാണ്. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടന്നു. അതിൽ നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാൾ പറഞ്ഞു KClO3-നെ തേർമലി ഡിക്കമ്പോസ് ചെയ്താൽ റിഡോക്സ് റിയാക്ഷനാണ് കിട്ടുക എന്ന് പറഞ്ഞു. CaCO3-നെ അങ്ങനെ ചെയ്താൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒപ്പീനിയൻ പറയാൻ പറയണം, സബ്സ്റ്റൻഷിയേറ്റ് ചെയ്യാൻ പറയണം. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ആ ഇക്വേഷൻ എഴുതുക. KClO3-നെയും CaCO3-നെയും തെർമലി ഡിക്കമ്പോസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നത് എഴുതുക, അവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്താൽ, എന്നിട്ട് അവരിൽ റിഡോക്സ് റിയാക്ഷൻ, അതായത് റിഡക്ഷനും ഓക്സിഡേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ KClO3-നെ എടുത്തു, ഡിക്കമ്പോസ് ചെയ്തു. അപ്പോൾ KCl + O2 എന്ന് കിട്ടി. ബാലൻസ് ചെയ്യുക. അതിനുശേഷം അവരുടെ ഓക്സിഡേഷൻ നമ്പേഴ്സ് എഴുതുക. എന്നിട്ട് നോക്കുക, ഇപ്പോൾ KClO3-ൽ നോക്കുകയാണെങ്കിൽ പൊട്ടാഷ്യം +1-ലാണ്, ഇവിടെയും +1-ലാണ്, അപ്പോൾ അവിടെ മാറ്റില്ല. Cl നോക്കുകയാണെങ്കിൽ +5-ന്ന് -1-ലേക്ക് താഴ്ന്നു, സോ Cl is reduced. ഓക്സിജൻ നോക്കുകയാണെങ്കിൽ -2-ന്ന് 0-ലേക്ക് പൊന്തി, അപ്പോൾ ഓക്സിഡേഷൻ നടന്നു. സോ ഹിയർ Cl is reduced and oxygen is oxidized. This is a redox reaction since there is both oxidation and reduction. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷനും ഉള്ള കാരണം ഇതൊരു റിഡോക്സ് റിയാക്ഷനായി മാറി, thermal decomposition of KClO3. ഇനി CaCO3 നോക്കുകയാണെങ്കിൽ Caയും CO2 ആയിട്ടാണ് ഡിക്കമ്പോസ് ചെയ്യുക. സോ Caൻ്റെ +2, ഇവിടുത്തെ Caൻ്റെയും +2, കാർബൺ +4, ഇവിടെയും +4, ഇവിടെ ഓക്സിജൻ -2, ഇവിടെയും -2 അല്ലേ. അപ്പോൾ ചേഞ്ച് ഒന്നുമില്ല ഓക്സിഡേഷൻ നമ്പറിൽ. അപ്പോൾ നമ്മൾ അത് എടുത്ത് എഴുതാൻ, എന്നിട്ട് റിഡോക്സ് റിയാക്ഷൻ അല്ല എന്ന് പറയാം. ഹിയർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എനി സ്പീഷീസ്, സോ ഇറ്റ് ഇസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ, താങ്ക് യു.